മാതാവ് കൗസല്യ കന്യയും നിർണയിക്കണമേ നിർദോഷിയായി മുതാ. ഇന്നവൾ തന്നോട് തുണ്ടിയിടുന്നു നിന്നുടെ മാതാവ് കൗസല്യ കന്യയും നിർണയിക്കണമേ നിർദോഷിയായി. ഹലോ, അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച എത്തിയിരിക്കുകയാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി ജസ്റ്റ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അടുത്ത മാസം ആദ്യം ശബരിമലയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നൊയമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ നൊയമ്പിലാണ് ഒരു മാസത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നലെ തുടങ്ങി ആലോചിക്കുക ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ കുറേ ആലോചിച്ചു. അപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്നേക്ക് പ്ലാന്റ്സ് കുറേ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. ഈ വെയിൽ കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന വെയിലാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല, നല്ല പൊള്ളലായിരിക്കും. അതുകൊണ്ട് വേഗം ആ പരിപാടി അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞ് ഇവിടെ നിന്നേക്കാലോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. വീടിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ച് വരാം. വാ. ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഇരിക്കണുണ്ടോ? ഇതാണ് എൻ്റെ പഴയ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതിപ്പം നിറഞ്ഞ് ഇത്രയായി. ഇത് സാധാരണ ഒരു സ്നേക്ക് പ്ലാന്റ് അല്ല, ഇത് മൂൺലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഭയങ്കര വലുതായിരിക്കും. ഇതുണ്ടോ, നല്ല ബുഷിയായിട്ടാണ് ഇവിടെ ഇരിക്കണേ. ഇതിൽ നിന്ന് ഞാൻ അടുത്തി മാറ്റി നട്ടത് പുറത്തിരിക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇൻഡോർ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കാറുള്ളത്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ജനലിൻ്റെ സൈഡിലാണ് വെക്കാറ്. അപ്പം അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഈ ചെടിക്ക് കിട്ടണതുകൊണ്ട് ഈ ചെടിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിയിൽ വളർന്നോളും. ഇതിൻ്റെ സോയിലൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ മണ്ണ് ഇപ്പോഴും നല്ല ഡ്രൈ ആണ്. ഇത്രയും ഡ്രൈയിൽ പോലും ഈ ചെടി സർവൈവ് ചെയ്യുന്നുള്ളതാണ്. ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ചെടിക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് ഇൻഡോർ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു തന്നെ നിന്നോളൂ. ഞാൻ ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കാണിച്ചു തരാം. അല്ല, പുറത്ത് വയ്ക്കാം. ഇതൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ്. അതിലാണ് ഈ സ്നേക്ക് പ്ലാന്റ് ഇരിക്കണേ. ഇതിൽ ഗ്രീൻ സ്നേക്ക് പ്ലാന്റും ഉണ്ട്, യെല്ലോ സ്നേക്ക് പ്ലാന്റും ഇതിൽ തന്നെ വെച്ചിരിക്കണേ. ഇത് മണ്ണിലൊന്നും അല്ല കേട്ടോ, ഇതിൽ ജസ്റ്റ് വെള്ളം കുറച്ചുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം ആണ് ഒഴിച്ചിരിക്കണേ. ഇതിൽ വെള്ളം ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. പകുതി ലീക്കയും പകുതി കരിക്കട്ടയും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ചെടി നല്ല ഭംഗിയായിട്ട് സർവൈവ് ചെയ്യണുണ്ട് എന്നുള്ളതാണ്. വീട്ടിലെ ജനലിൻ്റെ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ പ്ലാന്റും വെച്ചിരിക്കണേ. യാതൊരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അതങ്ങനെ ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് പണ്ടങ്ങാണ്ട് ഒരു സ്നേക്ക് പ്ലാന്റ് ഈ ഒരു ചീത്തായൊരു മൺചട്ടിയിലോട്ട് വെറുതെ നട്ടുകൊടുത്താണ്. പക്ഷെ അതിൽ കിടന്ന് മുളച്ച് നല്ല ഭംഗിയിൽ പിന്നെ കുറേ ഷൂട്ട്സൊക്കെ ആയി. ഇപ്പോൾ ഒത്തിരി ഷൂട്ട്സായി ഇത് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് അടത്തി മാറ്റണം, അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കാനുള്ളൊരു വിഷമം കൊണ്ട് ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. സ്നേക്ക് പ്ലാന്റ്സിന് എത്ര വേണമെങ്കിലും എന്തൊക്കെ ദ്രോഹം നമ്മൾ ചെയ്താലും അതെങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് വരും എന്നുള്ളതാണ്. വെള്ളം കൂടിയാൽ മാത്രമേ ഒരു പ്രശ്നം സ്നേക്ക് പ്ലാന്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു പ്രശ്നവും സ്നേക്ക് പ്ലാന്റ് ഉണ്ടാവില്ല. നമ്മൾ മാസങ്ങളോളം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചെടി നശിഞ്ഞു പോവില്ല. ഇന്ന് മാർക്കറ്റിലുണ്ടല്ലോ സ്നേക്ക് പ്ലാന്റിന് നല്ല റേറ്റ് കൊടുക്കണം. ഒരു കടയിൽ ചെന്നിട്ട് ഇതുപോലെ ഒരു പ്ലാന്റ്, ഇത്ര നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ചോദിക്കുകയാണെങ്കിൽ ഇതിനൊരു 400-500 ഒക്കെ റേറ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ റേറ്റ് വരിക. ഒരു തൈക്ക് തന്നെ ഉണ്ടാവും ഒരു 200-250 രൂപ. അപ്പോൾ ഇത്രയും ഷൂട്ട്സ് ഉണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും സ്നേക്ക് പ്ലാന്റിന് വരിക. ഇത് സ്നേക്ക് പ്ലാന്റ് തന്നെ ഫുൾ പ്യുവർ ഗ്രീൻ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് തന്നെ സാധാരണ ഒരു വെറൈറ്റി, ഫുൾ ഗ്രീൻ ലീഫിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്.
അത്രയും വെറൈറ്റീസാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ്. ബാക്കി ഞാൻ ഈ ഒരു റോയിൽ ഇവിടെ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മുകളിലത്തെ റോയിലുള്ള മിക്കതും സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ഇത് ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതിൻ്റെ തന്നെ ഗ്രീൻ കളർ. ഇതിൽ ഒരെണ്ണം ആണ് നട്ടത്. ഇപ്പോൾ ഇതിൽ നിറച്ച് ഷൂട്ട്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഈ ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കാറായിട്ടോ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. അത് നിങ്ങൾ നോക്കണ്ട. ഇത്രയും ചെറിയ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഷൂട്ട്സ് ഉണ്ടോ, ഒത്തിരി ഉണ്ട്, നിറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ഓരോ ഷൂട്ട് നമുക്ക് അടുത്തി മാറ്റിയിട്ട് സെപ്പറേറ്റ് നടാം. ഇത് ഗ്രീൻ ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീനാണ്. ഇത് ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള യെല്ലോ സ്ട്രൈപ്സ് ഉള്ളത്. അതും ഇതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിലായിരിക്കണേ. അതിലും ഒത്തിരി ഷൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉള്ള സൺലൈറ്റ് ഉണ്ടോ, അതിലത്തെ സൂര്യപ്രകാശമൊക്കെ അടിക്കണ ഒരു ഏരിയയാണ് ഇവിടെ. ഉച്ച കഴിഞ്ഞാൽ ഇവിടെ വെയിലുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണിത്. ഡ്രസീനിയ ബാക്കുലാരിസ് എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പേര്. സ്കിന്നി സ്നേക്ക് പ്ലാന്റ് എന്ന് വേറൊരു പേര് പറയും. ഈ ചട്ടി ഒരു മോശമില്ലാണ്ട് ഇരിക്കണുണ്ടോ, പായലും പൂപ്പലും ഒന്നും ഇല്ലാണ്ട്. ഇപ്പുറത്തെ ചട്ടിയിൽ പായലും പൂപ്പലൊക്കെ ഉണ്ട്. ഇതിൽ പായലും പൂപ്പലൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ അറിയോ, ഈ പ്ലാന്റ് ഞാൻ അങ്ങനെ പണ്ടേ വാങ്ങിച്ചതാണ്. കണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ വാങ്ങിച്ചത് അങ്ങനെ തന്നെയാണ് ഇതിലോട്ട് എടുത്ത് വെച്ചത്. അതുകൊണ്ട് പായലും പൂപ്പലൊന്നും ഇല്ലാണ്ട് ആ ചട്ടി നല്ല ഫൈനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പ്ലാന്റും ഒരു സിംഗിൾ പ്ലാന്റായിട്ട് വാങ്ങിച്ചതാണ്. എന്നുവെച്ചാൽ ഒരു ബഡായിട്ട്. ഇപ്പോൾ അത് നിറഞ്ഞ് ഈ പോട്ടിൽ തന്നെ നിറഞ്ഞ് ഈ ചട്ടി കംപ്ലീറ്റായി. വേണമെങ്കിൽ ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് മാറ്റി നടാം. പക്ഷെ ഞാൻ ആ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല. ഇതിൽ തന്നെ നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് തൊടലില്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിങ്ങനെ തന്നെ നല്ല ഭംഗിയിൽ നിന്നോളും. വെള്ളം പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ വെള്ളം കൂടിപ്പോകാൻ കാരണം എന്താ അറിയുമോ, മണ്ണ് ഇപ്പോഴും കെട്ടിക്കിടക്കണോണ്ടാണ്. ഇതിനകത്ത് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ചകിരിച്ചോറും മണ്ണും പിന്നെ മണലും ഒക്കെ മിക്സാണ്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല രീതിയിൽ ഊർന്ന് പൊക്കോളും. പിന്നെ ഇതിൻ്റെ ചട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ ചെറിയൊരു പോട്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കില്ല. ആവശ്യമുള്ള വെള്ളം മുഴുവനും ചെടി വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം കംപ്ലീറ്റ് ഊർന്ന് പൊക്കോളും. ഇതുപോലെ തന്നെ ഒരു പ്ലാന്റും കൂടി എൻ്റെ കയ്യിൽ അന്ന് വാങ്ങിച്ചതുണ്ട്. അതതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ വെച്ചിരിക്കണം. ഇതിനകത്തും ഒത്തിരി ഷൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതും ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഡ്രസീനിയ ഹയാസിന്തോയിഡ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് പക്ഷേ പോട്ടിലാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കണേ. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ നേരത്തെ കാണിച്ച സ്നേക്ക് പ്ലാന്റിനേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി ഭയങ്കര തിന്നാണ്, അത്യാവശ്യം തിക്കാണ് ഇതിൻ്റെ ഇലകൾ. ഇതും ഇല മുറിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സിലിണ്ടർ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. എൻ്റെ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു കട്ടിങ്, ഒരു കട്ടിങ് എടുത്തുകൊണ്ട് വന്ന് കുത്തി വെച്ചതാണ്. അത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതുപോലെ ആയിട്ടോ. 2 ഷൂട്ട്സേ ഇത് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 3ാമത്തെ ഷൂട്ട് എന്താ മുടി പിന്നിടണ പോലെ ഇത് പിൻ ചെയ്ത് വെക്കാറുണ്ട് സ്നേക്ക് പ്ലാന്റ്. ഈ സ്നേക്ക് പ്ലാന്റ്സ് ഞാനങ്ങനെ ട്രൈ ചെയ്തു, പക്ഷേ അത് പാളിപ്പോയി, നടന്നില്ല. പിന്നെ ഇത് മസോനിയാനയോ ഡ്രസീനിയ മസോനിയാന അങ്ങനെ എന്തോ ഒരു സ്നേക്ക് പ്ലാന്റ് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ ഭയങ്കര ബ്രോഡാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പോൾ എടുത്തപ്പോഴാട്ടോ കണ്ടേ. ഇതെന്താ ഉള്ളിയോ? ഉള്ളിയല്ല കേട്ടോ, ഇതിൻ്റെ പുതിയ ഷൂട്ട് വന്നിരിക്കുന്ന. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഭയങ്കര വലിയ ബ്രോഡ് ഇലകൾ കണ്ടോ. അധികം ഹൈറ്റ് വെക്കാണ്ട് പോലെ ബ്രോഡ് ലീഫായിട്ട് വളരുവാണ്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള 9 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ സ്നേക്ക് പ്ലാന്റ്സ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ വീടിൻ്റെ പുറകിൽ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുത്തി വെച്ച് പിടിപ്പിച്ച സ്നേക്ക് പ്ലാന്റുകളാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇന്നലെ ഒന്നും കുത്തി വെച്ചല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുന്നേ കുത്തി വെച്ചിട്ട് ഇപ്പോഴാണ് പിടിച്ച് കിട്ടിയതൊക്കെ. ഒരല്ലയൊക്കെ ആയിട്ട് കുത്തി വെച്ചതാണ്, മുറിച്ചിട്ട്. ഇതൊക്കെ എൻ്റെ തന്നെ പഴയ സ്നേക്ക് പ്ലാന്റ് മുറിച്ച് വെച്ചിട്ട് കുത്തി വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് പുതിയ വേര് പോയിട്ട് വേറെ മുളച്ച് വന്നേക്കണുണ്ടോ അങ്ങനെ. പിന്നെ ഇല കുത്തി വെച്ച് പിടിപ്പിച്ചതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിങ്ങനെ ഇല ഇങ്ങനെ മുറിച്ച് വെച്ചതാണ്. അതിൽ പുതിയ
എത്ര നാളെടുത്തെന്ന് അറിയോ ഇതുപോലൊരു തൈ ഉണ്ടായി വരാൻ. അതുപോലെയാണ് മിക്കതും ചെയ്തിരിക്കണേ. ഇതൊക്കെ ഇതുപോലെ കുത്തിവെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തൈയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഒരു പോട്ടിലോട്ട് നട്ടു കൊടുക്കണം. ഇത്രയും പ്ലാന്റായിട്ട് നമുക്ക് കുത്തിവെക്കാനുള്ളതാണ്. വേറെ സ്ഥലമില്ല എന്നുള്ളതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നടാം, പക്ഷെ ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ ഇനി വീട്ടിൽ സ്ഥലമില്ല എന്നുള്ളതാണ്. സ്നേക്ക് പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അതിൻ്റെ പൊട്ടിങ്സ് ആണ്. വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പൊട്ടിങ്സ് വേണം സ്നേക്ക് പ്ലാന്റ് നടാനായിട്ട് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ആകെ 2 സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് വീട്ട് വളപ്പിലുണ്ടാവണ സാധാരണ മണ്ണില്ലേ, മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കണ ഉമിയാണ്. മണ്ണൊരിക്കലും കട്ടയിട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉമി അല്ലെങ്കിൽ പെർലൈറ്റ് ഉപയോഗിക്കാം. പെർലൈറ്റ് അല്ലെങ്കിൽ മണലില്ലേ, പുഴമണലില്ലേ, അതായാലും ഉപയോഗിക്കാം. ഏഴിക്കരയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉമി വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതെൻ്റെ ഒരു ഡ്രമ്മാണ്. ഈ ഡ്രമ്മിലാണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്ത് വെക്കാറുള്ളത്. ഇതിലോട്ട് ഉമി മുഴുവനും ഇടും. നല്ല പൊടിയായിരിക്കും. ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിന്ന് ചെയ്യാട്ടോ. അതിലോട്ട് നമ്മുടെ സാധാരണ മണ്ണില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്യാൻ നല്ലോണം. അപ്പോൾ പോട്ട് മിക്സ് റെഡിയായി. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പുറകുവശത്താട്ടോ. ഇവിടെയൊക്കെ കണ്ടോ സ്നേക്ക് പ്ലാന്റ് ഇരിക്കണേ. ഇതൊരു പഴയ ഒരു ചട്ടിക്കകത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോ സ്നേക്ക് പ്ലാന്റ്. ഇതൊക്കെ മാറ്റി നടാൻ തോന്നുന്നു ഇടയ്ക്ക്. ഇതാ ഇവിടേക്ക് ഇരിക്കണൊക്കെ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ്. അതുപോലെ ഒരു ഇല മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് കൊടുത്തതാണ്. ഇതാ പുതിയ ഇലകൾ വന്നിരിക്കണുണ്ടോ. ഒരു 5-6 എണ്ണം ഇതുപോലെ വെള്ളത്തിൽ കുത്തിവെക്കുക. പിടിച്ചു എന്നുള്ള മട്ടിലിട്ടാ വേര് വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 കൊല്ലമായി ഇങ്ങനെ വെച്ചിട്ട്. ഇതിലൊന്നും ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര സ്ലോ ആണ്. പക്ഷേ മണ്ണിൽ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ സ്നേക്ക് പ്ലാന്റിനെ പറ്റിയായിരുന്നു. സ്നേക്ക് പ്ലാൻ എങ്ങനെയാണ് നടുക എന്നുള്ളതും വെള്ളത്തിൽ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും മണ്ണിൽ എങ്ങനെയാണ് നടുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. നിങ്ങളിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. ഞാൻ എന്തായാലും വായിച്ചിട്ട് റിപ്ലൈ ഒക്കെ തന്നോളാം. അപ്പോൾ നിങ്ങളുടെ ഞായറാഴ്ച നടക്കട്ടെ, എൻ്റെ ഞായറാഴ്ച എങ്ങനെ നടക്കട്ടെ. അപ്പോൾ ശരി, അടുത്ത സൺഡേ കാണാം.